നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പ്രവാസികളെല്ലാം തന്നെ തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ കടന്നുവരവ്. ഇതിപ്പോൾ പ്രവാസികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഇനി കേന്ദ്രത്തിന്റെ പുതിയ നിബന്ധനകൾ കൂടി കടക്കേണ്ടതായി വരും. രാജ്യത്ത് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒമിക്രോൺ രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ RT-PCR പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ 6 വിമാനത്താവളങ്ങളിലാണ് പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നത്. പരിശോധന നിർബന്ധമാക്കിയത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നത്. ടെസ്റ്റ് നടത്തുന്നതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം എയർ സുവിധ പോർട്ടലിൽ സജ്ജമാക്കും. സിവിൽ ഏവിയേഷൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാർക്ക് ടെസ്റ്റ് നടത്തുന്നതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സൗകര്യം എയർ സുവിധ പോർട്ടലിൽ സജ്ജമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ RT-PCR പരിശോധനയുടെ നിരക്ക് 500 രൂപയാണ്. 8 മണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കും. പെട്ടെന്ന് ഫലം ലഭിക്കുന്ന റാപ്പിഡ് പരിശോധനയ്ക്ക് 3500 രൂപയായിരിക്കും. 30 മിനിറ്റ് മുതൽ 1.5 മണിക്കൂറിനുള്ളിൽ റാപ്പിഡ് ടെസ്റ്റ് പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകും. വിമാനത്താവളങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഇതുകൂടി നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സന്ദർശിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഏറ്റവും മുകളിലായി കാണുന്ന ബുക്ക് COVID-19 ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അന്താരാഷ്ട്ര യാത്രക്കാരൻ എന്നത് തിരഞ്ഞെടുക്കുക. പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, ആധാർ നമ്പർ, പാസ്പോർട്ട് നമ്പർ, മേൽവിലാസം, എത്തിച്ചേരുന്ന സമയം, തീയതി എന്നിവ രേഖപ്പെടുത്തുക. RT-PCR, റാപ്പിഡ് RT-PCR എന്നിവയിൽ നിന്ന് പരിശോധനാ രീതി തിരഞ്ഞെടുക്കുക. ഇത്തരത്തിലാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ എല്ലാം ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.